Hi, my dear friends. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫോംസ്, അതായത് പല രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് രീതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കുറച്ചും കൂടെ ഒരു ഫ്ലൂവന്റ് ആവാനായിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട്. അതിലൊന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോം ചെയ്ത് ചോദിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഒരു കോൺവെർസേഷൻ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഫോം ആണ് WH ക്വസ്റ്റ്യൻ ഫോംസിന്റെ അതിലുള്ള ഒരെണ്ണമാണ് ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര്, അല്ലെ? അപ്പോ നമ്മൾ ഈ ഹൂ എന്ന് കേൾക്കുമ്പോ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കളിയാക്കിയെങ്കിലും നമ്മൾ ചോദിക്കും, അല്ലെ? ഹൂ ആർ യു? എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്. യെസ്, ആരാണ് നീ, ആരാണ് എന്നുള്ളത്. അപ്പൊ ആര് എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹൂ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ടെൻസുകളിലും ഇതുപോലെ തന്നെ ചോദിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറയുന്നുണ്ട്. ഓരോ WH ക്വസ്റ്റ്യൻസും നമ്മൾ ഇപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുന്നു, അതേപോലെ തന്നെ കഴിഞ്ഞു പോയ സമയത്തും അതെങ്ങനെ ചോദിക്കാം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ ഹു ഈസ് ദിസ്, ഹു ഈസ് ദാറ്റ്, ഹു ഈസ് ഇൻ ദ റൂം, ഹു ഈസ് ഔട്ട്സൈഡ് ദ റൂം, അല്ലെങ്കിൽ ഹു ഈസ് ഔട്ട്സൈഡ് ദ ഹൗസ്, ഹു ഈസ് ഇൻസൈഡ് ദ ഹൗസ്. അപ്പൊ ഹൂ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതേപോലെ ചോദിക്കാവുന്നതാണ്. അവിടെ ആരാണ്, ഇവിടെ ആരാണ്, വീടിന്റെ ഉള്ളിൽ ആരാണ്, വീടിന്റെ പുറത്ത് ആരാണ്, അവിടെ ആരാണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. അപ്പൊ ആ എന്താണ്, തിയേറ്ററിൽ ആരാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതെങ്ങനെയാ ചോദിക്കുക? ഹു ഈസ് ആക്ടിങ് ഇൻ ദാറ്റ് മൂവി. അപ്പൊ ഹൂ വെച്ചിട്ട് നമുക്ക് ഇപ്പോ ചോദിക്കാവുന്ന, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾക്ക് അവിടെ ആരായിരുന്നു എന്ന് എങ്ങനെയാ ചോദിക്കുക? ആരും തന്നെ നമുക്ക് ഉപയോഗിക്കണം, അല്ലെ? അപ്പൊ അവിടെ ആരായിരുന്നു, അപ്പൊ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതൊക്കെ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? അതിപ്പോ ഹൂവിന്റെ കൂടെ നിങ്ങൾ വാസ് ഉപയോഗിച്ചാൽ മതി. ഹു വാസ് ഇൻ ദ തിയേറ്റർ, അല്ലെങ്കിൽ ഹു വാസ് സിറ്റിംഗ് ദേർ, ഹു വാസ് ഇൻ ദ റൂം, who was in outside the room, അല്ലെങ്കിൽ outside the house. അപ്പൊ ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ എന്തുപയോഗിച്ചാൽ മതി? ഹൂവിന്റെ കൂടെ നമ്മൾ വാസ് ഉപയോഗിച്ചാൽ മതി. ഇനി ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർ അവിടെയാണ്, അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ഹൂ വേർ ഇൻ ദ ഹൗസ്. ആരൊക്കെയായിരുന്നു വീടിന്റെ ഉള്ളിൽ, ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഹൂ വാസ് ഓൺ ദ ഫോൺ, അല്ലെങ്കിൽ ഹൂ ഈസ് ഓൺ ദ ഫോൺ. ഹൂ ഈസ് ഓൺ ദ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോണിൽ ആരാണ്, അതായത് ഫോൺ വിളിക്കുന്നത് ആരാണ്. അതേപോലെ തന്നെയാണ് ഹു വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു, ഫോണിൽ ആരായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ എങ്ങനെയാണ് ചോദിക്കുക? ഹു വിൽ ബി ഗോയിങ് ടുമോറോ, നാളെ ആരായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ചോദിക്കാവുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ സംഭവങ്ങളെ കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ സമയത്തും നമുക്ക് എന്തുപയോഗിക്കാവുന്നതാണ്? ഹു ഉപയോഗിക്കാവുന്നതാണ്. ഹു ഈസ് ഗോയിങ് ദെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, സോറി, അവിടെ അത് ഹു ഈസ് ഗോയിങ് ദെയർ എന്നുള്ളത് ഇപ്പോഴത്തെയാണ്. ഹു വിൽ ബി ഗോയിങ് ദെയർ, ആരായിരിക്കും പോകുന്നത്. ഹു വിൽ ബി ഇൻസൈഡ് ദ റൂം, ആരായിരിക്കും റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഹൂ വിൽ ബി സിറ്റിംഗ് ഓൺ ദ ചെയർ, ആരായിരിക്കും ചെയറിന്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ആരായിരിക്കും ഇരിക്കുന്നത്, ആരായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിൽ ബി നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയില്ല അത് ആരാണെന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ വിൽ ഉപയോഗിക്കുന്നത്. സോ അത് ഫ്യൂച്ചർ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹൂ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഞാൻ അതുപോലെ നല്ല നല്ല എക്സാമ്പിൾസ് ഇടാം. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഫ്ലുവൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് വീഡിയോസ് കാണുക.